എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ടിൽ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഡെയിലി ബേസിസിൽ NAV കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകിയിരുന്നു. വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സൽ ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് റിയലായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ NAV കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. പണ്ട് കാലത്തെല്ലാം മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതേപോലെയുള്ള എക്സൽ ഷീറ്റുകളുടെ സഹായത്തോടു കൂടിയായിരുന്നു മ്യൂച്വൽ ഫണ്ടുകളുടെ NAV കമ്പ്യൂട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇക്കാലത്ത് NAV കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. മാനുവലായിട്ട് NAV എക്സൽ ഷീറ്റിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ NAV കമ്പ്യൂട്ടേഷൻ എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടുണ്ട്. ഇതെല്ലാം മോണിറ്റർ ചെയ്യുക, കറക്റ്റായിട്ടുള്ള രീതിയിൽ സെക്യൂരിറ്റികളുടെ പ്രൈസുകൾ ഇൻപുട്ട് ചെയ്യുക, സ്റ്റോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്, അതായത് ഡിവിഡൻഡ്, ബോണസ്, റൈറ്റ്സ് ഇഷ്യൂ, ഇതേപോലെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. ഇതെല്ലാം മാനുവലായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ NAV കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്ലൂംബർഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നാണ്. ബ്ലൂംബർഗ് സിസ്റ്റവും ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ സെക്യൂരിറ്റികളുടെ പ്രൈസ്, കോർപ്പറേറ്റ് ആക്ഷൻ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഫണ്ട് NAV കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഈ കാര്യങ്ങളെല്ലാം ബ്ലൂംബർഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും അതേപോലെ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വരികയും അതിൻ്റെ ബേസിസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അധികം മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഈ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനും പറ്റും. എന്നാൽ ആ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പബ്ലിക്കായിട്ട് എനിക്ക് കാണിക്കുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഏകദേശം ആ സിസ്റ്റത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ എക്സലിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരും അറിഞ്ഞിരിക്കണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്മളൊരു സാധാരണ ഒരു ഇൻവെസ്റ്ററാണ്. ഡെയിലി ബേസിസിൽ നമ്മൾക്ക് ഈ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ അറിയാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് റിയലായിട്ട് കമ്പ്യൂട്ട് ചെയ്യുക, മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ എങ്ങനെയാണ് ഒരു NAVനെ അഫക്റ്റ് ചെയ്യുക, മാർക്കറ്റിൽ വരുന്ന സെക്യൂരിറ്റികളുടെ പ്രൈസിലുള്ള ചേഞ്ചുകൾക്ക് ഉപരിയായിട്ട് ഒരു നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ എക്സ്പെൻസസുകളാണ് ചാർജ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ജനറലായിട്ടൊരു ഐഡിയ കിട്ടുന്നതിന് മാത്രമാണ് ഈ എക്സൽ കമ്പ്യൂട്ടേഷൻ ഉപകരിക്കുക. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 12 ജൂലൈ 2024 നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 50 കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു ഈ ഫണ്ട് 100 കോടി രൂപ കളക്ട് ചെയ്ത ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ ഇനീഷ്യൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ഈ 100 കോടി രൂപ ഈ ഫണ്ട് നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 50 കമ്പനികളിൽ സെയിം പ്രൊപ്പോർഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഞാനിപ്പം ഈസി ആയിട്ട് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെയിം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുന്നത്. അവരൊരു ക്യാഷ് ആയിട്ടൊരു 5 ലക്ഷം രൂപയും കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യത്തെ കാര്യം, ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് പല സെക്യൂരിറ്റികളിലായിരിക്കും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സെക്യൂരിറ്റികളെല്ലാം ഇയർലി ബേസിസിൽ ഈ ഫണ്ടിന് ഡിവിഡൻഡ് നൽകുന്നുണ്ടാവുക. ഒരു NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻഡും നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി നമ്മൾ വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു റിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ ഉണ്ട്. പല സമയങ്ങളിലും റിയലൈസ്ഡ് ആയിട്ട് ലോസുകൾ വരുന്നുണ്ടാവും. അതും നമ്മുടെ NAV കമ്പ്യൂട്ടേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ ഫണ്ടിന് 2 ലക്ഷം രൂപ ഡിവിഡൻഡായിട്ട് പല കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ റിയലൈസ്ഡ് ഗെയിൻ എന്താണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻട്രസ്റ്റ് ഇൻകം, പലപ്പോഴും പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അവർക്ക് ഫിക്സഡ് ആയിട്ട് ഇൻകം കിട്ടുന്ന സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാവാം, ബോണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഫിക്സഡ് ആയിട്ട് അവർക്ക് ലഭിക്കുന്ന
ഇൻകമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ കേസിൽ ഞാൻ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം ആണ് ഇതിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കത് റിയലൈസ് ചെയ്യാത്ത ഗെയിൻ. 100 രൂപയ്ക്ക് ഒരു ഷെയർ നിക്ഷേപം നടത്തി നിങ്ങൾ ഈ ഫണ്ട് വാല്യുവേഷൻ അല്ലെങ്കിൽ NAV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെക്യൂരിറ്റിയുടെ വില 110 രൂപയാണെങ്കിൽ 10 രൂപ എന്ന് പറയുന്നത് അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. അത് റിയലൈസ്ഡ് ഗെയിൻ ആകണമെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ട് ആ സെക്യൂരിറ്റി മാർക്കറ്റിൽ വിറ്റാൽ മാത്രമാണ് റിയലൈസ്ഡ് ഗെയിൻ ആവുകയുള്ളൂ. അത് അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. അത് മാർക്കറ്റ് വാല്യൂവിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡേ എൻഡിൽ ആ സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് വാല്യൂവിൽ അത് റിഫ്ലക്റ്റ് ആവും. അത് ഞാനിവിടെ ഫർദറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഞാനിവിടെ കാണിച്ചു തരാം. അതുകൂടാതെ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കുറേ എക്സ്പെൻസസുകളുണ്ട്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ കസ്റ്റഡി ചാർജസ്, ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ ചാർജസ്, ഓഡിറ്റ് ഫീസ്, അതർ മിസ്ലേനിയസ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫണ്ടിൻ്റെ ഓപ്പറേഷനിൽ വരുന്നത്, ഏജൻറ്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അതേപോലെ തന്നെ സെബി അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിന് ചില ഫീസുകളൊക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫണ്ടിൻ്റെ എക്സ്പെൻസസ് ആണ്. ഇപ്പോൾ ഇവിടെ കസ്റ്റഡി ചാർജസ് 0.5%, ഫണ്ട് അഡ്മിൻ 0.5%, ഓഡിറ്റ് ഫീസ് സാധാരണ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടായിരിക്കും കൊടുക്കുക. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു 1 ലക്ഷം രൂപ. അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏജന്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു 0.5% എന്ന് അസ്യൂം ചെയ്യുന്നു. സെബി റെഗുലേറ്ററിന് ഒരു വർഷം 25,000 രൂപ അവരുടെ ഫീസായിട്ട് കൊടുക്കണമെന്ന് അസ്യൂം ചെയ്യുന്നു. സാധാരണ ഫണ്ടുകളുടെ NAV ഡെയിലി ബേസിസിൽ, അതായത് തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ആണ് സാധാരണ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അഥവാ നമ്മൾ മൺഡേ ആണ് NAV കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും കൂടി കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ദിവസം എടുത്തു. എക്സ്പെൻസസ് എല്ലാം ഞാനിവിടെ ചാർജ് ചെയ്തിരിക്കുന്ന 2 ദിവസത്തേനാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നമ്മുടെ NAV 10 രൂപ തന്നെയെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇത് 2ാമത്തെ ദിവസ വാല്യുവേഷനാണ്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് 2ാമത്തെ ദിവസം എല്ലാ സെക്യൂരിറ്റികളിലും ഒരു 0.05% അപ്രീസിയേഷൻ വന്നു. അതിനനുസരിച്ച് ഇവിടെ മാർക്കറ്റ് വാല്യൂയും ഓരോ സെക്യൂരിറ്റിയുടെയും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ഇവിടെ 2,10,00,000 രൂപയായി. അതായത് 0.05% അപ്രീസിയേഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാല്യൂവിൽ ഉണ്ടായിരിക്കുന്ന അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,04,99,750 അത് 0.05% അപ്രീസിയേഷൻ വന്നപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ NAV നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ദിവസം നമുക്കൊരു 2 ലക്ഷം രൂപയുടെ ഡിവിഡൻഡ് അക്രൂ ചെയ്തിട്ടുണ്ട്. അക്രൂഡ് ഡിവിഡൻഡ് ആണ്. സാധാരണയായിട്ട് കമ്പനികളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് 10 ദിവസമോ 20 ദിവസമോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഡിവിഡൻഡ് തരുന്നത്. ഈ കേസുകളിലും ആ ഡിവിഡൻഡ് നമുക്ക് ലഭിക്കുന്നത് വരെ, ക്യാഷായിട്ട് ലഭിക്കുന്നത് വരെ നമ്മുടെ വാല്യുവേഷൻ്റെ പർപ്പസിൽ അക്രൂഡ് ഡിവിഡൻഡ് ആയിട്ട് കാണിക്കണം. അതും കൂട്ടിയിട്ടുള്ള ഗ്രോസ് എമൗണ്ട് ആണ്. ഇതിൽ നിന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസസുകളെല്ലാം ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ആ ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന നെറ്റ് അസറ്റിൽ നിന്നാണ് സാധാരണയായിട്ട് മാനേജ്മെൻറ്റ് ഫീ. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം 1.5% മാനേജ്മെൻറ്റ് ഫീ. ഈ മാനേജ്മെൻറ്റ് ഫീസ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് ലഭിക്കുന്ന ഫിഗറാണ് ഇതിൻ്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് അസറ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ് അസറ്റ് വാല്യൂ. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം 100 കോടി രൂപയാണ് ഇതിൻ്റെ അസറ്റ്. ഇതിൽ നിന്ന് അലോട്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് എക്സ്പെൻസസ് എല്ലാം ചാർജ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന നെറ്റ് അസറ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 10 രൂപ 1 പൈസ ആണ് ഇതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം നമ്മൾ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു 3% അപ്രീസിയേഷൻ വന്നെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ വാല്യൂ 2,61,300,000. അപ്പം എല്ലാത്തിനും സെയിം പെർസെൻറ്റേജ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാരണം ആണ് ഈ എമൗണ്ട് സെയിം ആയിട്ട് ഇവിടെ കാണുന്നത്. 2ാമത്തെ ദിവസം നമ്മൾ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1,30,40,49,742 പഴയതുപോലെ തന്നെ ഏതെങ്കിലും ഡിവിഡൻഡ് കമ്പനികൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്കൗണ്ട് ചെയ്യണം. ഇവിടെ 3 ലക്ഷം ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഫണ്ടിൽ വരുന്ന എക്സ്പെൻസസുകൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോ ദിവസത്തേനാണ് ഈ എക്സ്പെൻസസ് നമ്മളിവിടെ എടുക്കേണ്ടത്. ആ എമൗണ്ടിൽ നിന്ന് മാനേജ്മെൻറ്റ് ഫീ ചാർജ് ചെയ്യുന്നു. ഇത് നമുക്ക് നെറ്റായിട്ട് കിട്ടുന്ന നെറ്റ് ഓഫ് ഫീസും എക്സ്പെൻസസും ആയിട്ടുള്ള നമ്മുടെ നെറ്റ് അസറ്റ് ഇതാണ്. അതിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
10 രൂപ 31 പൈസയായിട്ട് നമ്മുടെ NAV ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ ഫണ്ടിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1.63% വരുന്നുണ്ട്. പക്ഷേ ഇത് ആനുവലായിട്ടാണ് സാധാരണയായിട്ട് ചെയ്യുക. നമ്മുടെ ഫണ്ടിൻ്റെ AUM കൂടുന്നതനുസരിച്ച് സ്ലാബ് റേറ്റിലായിരിക്കും ഈ മാനേജ്മെൻറ്റ് ഫീസും മറ്റും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസസ് റേഷ്യോയിൽ വ്യത്യാസം വരാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചതേ ഉള്ളൂ. ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2.9% വരുന്നുണ്ട്. ഇത് ഞാൻ എക്സാക്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ 3% വാല്യൂവിലുള്ള അപ്രീസിയേഷനാണ് എടുത്തത്. ഈ 3%ൽ നിന്ന് എക്സ്പെൻസസ് എല്ലാം കിഴിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം 2.9% ആണ്. ഇതാണ് എക്സാക്റ്റ് ആയിട്ട് ഇൻഡെക്സ് ഫണ്ടുകളിൽ നടക്കുന്നത്. ഇൻഡെക്സ് വാല്യൂവിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 3% ആണ്. ആ 3%ൽ നിന്ന് നമ്മൾ ഈ വന്നിരിക്കുന്ന എക്സ്പെൻസസുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 2.99% അതാണ് എപ്പോഴും പറയുന്നത്. ഇൻഡെക്സ് ഫണ്ടുകളിൽ സാധാരണ നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് ആ ഇൻഡെക്സിൻ്റെ പെർഫോമൻസിന് താഴെയുള്ള ഒരു പെർഫോമൻസ്, അതായത് എക്സ്പെൻസസും ട്രാക്കിംഗ് എററും എല്ലാം കഴിച്ചതിനുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാനിവിടെ കാണിച്ചു തരാം. ഡയറക്റ്റ് ഫണ്ടുകളിലും അതേപോലെ തന്നെ റെഗുലർ ഫണ്ടുകളിലും നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിൽ വരുന്ന കുറവ്. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് 100 കോടി 30 ലക്ഷം രൂപയാണ് ഈ ഡയറക്റ്റ് ഫണ്ടിൻ്റെ അതേപോലെ തന്നെ ഏജന്റ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെയും AUM. ഈ ഫണ്ടിൽ ഓരോ വർഷവും ചാർജ് ചെയ്യുന്ന എക്സ്പെൻസസുകളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന എക്സ്പെൻസസ്. ഒരു വർഷത്തേന് ഞാനിവിടെ ചാർജ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നോക്കിയാൽ ഇവിടെ ഒരു എക്സ്പെൻസസ് മിസ്സിംഗ് ആണ്. ഇത് ബേസിക് ആയിട്ടും നമ്മൾ ഏജന്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷനാണ്. ഇവിടെ 0.5% ആണ് ഞാനിവിടെ ആവറേജ് എടുത്തിരിക്കുന്നത്. 0.5%ൽ കൂടുതലും ചിലപ്പോൾ വരാം. ചെയ്ത് ഈ എക്സ്പെൻസസുകൾ ചാർജ് ചെയ്ത് അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ഫീസ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലഭിക്കുന്ന നെറ്റ് അസെറ്റാണ്. ആ നെറ്റ് അസെറ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏജന്റ് ത്രൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫണ്ടിൻ്റെ NAV 12 രൂപ 73 പൈസയായിരിക്കാം. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ഫണ്ടിൻ്റെ NAV 12 രൂപ 79 പൈസയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 50 പൈസയുടെ വ്യത്യാസമാണ് പറയുന്നത്. ഇവിടെ 0.5% ആണ് ചാർജ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് 50 പൈസയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ 5000 യൂണിറ്റിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷം തന്നെ ഏകദേശം 2500 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ നെറ്റ് അസെറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട റിട്ടേൺസിൽ കുറവ് വരുന്നുണ്ട്. ഇതിപ്പം 5 വർഷത്തേനോ 10 വർഷത്തേനൊക്കെ കൂട്ടി നോക്കുക. ഈ എമൗണ്ട് ഈ എക്സ്പെൻസസ് ഡയറക്റ്റ് ഫണ്ടിൽ ചാർജ് ചെയ്യാത്തത് കാരണം ഈ ഡയറക്റ്റ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഡിഫറൻസ് കൂടി അവർക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് വലിയൊരു ഫിഗറായിട്ട് മാറും. അങ്ങനെ മാറാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ജനറൽ നോളജ് ഉള്ള വ്യക്തികളാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ എല്ലാ സമയങ്ങളിലും ഡയറക്റ്റ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുക. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, നിങ്ങൾ ഒരു വർഷത്തേനോ അല്ലെങ്കിൽ 6 മാസത്തേനാണോ നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ നടത്തുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കറക്റ്റായിട്ടും നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്ന് ഉള്ള റിട്ടേൺസ് ഡയറക്റ്റ് ഫണ്ടുകളിലാണെങ്കിൽ ഏജൻറ്റ് ഫണ്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതേപോലെയുള്ള മേജറായിട്ടുള്ള ഡിഫറൻസുകൾ വരാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നു. ഇത് ജനറലായിട്ട് ഒരു NAV എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ റിയലായിട്ട് ഞങ്ങൾ നെറ്റ് അസെറ്റ് വാല്യൂ ഒരു ഫണ്ടിൻ്റെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇതിനുപരിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് NAV കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രസൻറ്റേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. റിയലായിട്ടുള്ള രീതിയിൽ നമ്മൾ നെറ്റ് അസെറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക.
ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെയും നന്ദി, നമസ്കാരം.